അമേരിക്കയുടെ നടപടി ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രാൻസിൻ്റെ ആവശ്യപ്രകാരം ഇപ്പോൾ അടിയന്തര യോഗം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ സുരക്ഷാ കൗൺസിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇറാന് ഇനി സ്വന്തം അധികാരത്തെ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള അവകാശവും അധികാരവുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. അതേസമയം തന്നെ പരമാധികാര രാഷ്ട്രത്തിന് മേൽ പുറത്തുനിന്നുള്ള ശക്തികൾ അധികാരപ്രയോഗം നടത്തുന്നതും അവിടെ അവരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ശക്തിപൂർവ്വം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതുമായ ശ്രമങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തുണ്ട്. അതിനെ ചെറുത്തു നിൽക്കുക എന്ന ഇറാൻ്റെ ഇതുവരെയുള്ള രീതി തുടർന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയും സാഹചര്യമൊക്കെ ഇപ്പോഴുമുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ചർച്ച ചെയ്തതുകൊണ്ടോ അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഒന്നായി അപലപിച്ച് രംഗത്തെത്തിയതുകൊണ്ടോ അവസാനിക്കാൻ പോകുന്നതല്ല ഈ യുദ്ധം. ഇത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. വലിയ സൈനിക സന്നാഹത്തോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ USS ജെറാഡ് എന്ന യുദ്ധക്കപ്പൽ, അതോടൊപ്പം തന്നെ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തിയിട്ടുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ, ഏറ്റവും അത്യാധുനിക യുദ്ധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടുള്ള അമേരിക്കയുടെ തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് നേരത്തെ ഡൊണാൾഡ് ട്രംപ് കുറിച്ചതുപോലെ തന്നെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം എന്നത് തന്നെയാണ്. ഇറാൻ നോക്കി നിൽക്കില്ല എന്നും പ്രത്യാക്രമണം ഉണ്ടാകും എന്നുമൊക്കെയുള്ള കണക്കുകൂട്ടൽ കൃത്യമായി ഇരുവരും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗൾഫ് മേഖലകളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇസ്രായേലും അമേരിക്കയും പങ്കുവയ്ക്കുന്നത്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ വളരെ സമർത്ഥമായി അതിജീവിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള രാഷ്ട്രമാണ്. ലോകത്തിലെ 17ാമത്തെ വലിയ രാഷ്ട്രങ്ങളിൽ 17ാമത്തെ രാഷ്ട്രമാണ് ഇറാൻ. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനിൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇസ്ലാമിക ഭരണകൂടം ഇറാൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അതുവരെ ഇറാനും ഇസ്രായേലുമായും അമേരിക്കയുമായും ഒക്കെ നല്ല ചങ്ങാത്തത്തിലായിരുന്ന ഇറാൻ ഈ പുതിയ ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിലെത്തിയോടുകൂടി ഇരു രാഷ്ട്രങ്ങളിൽ നിന്നും അകലുന്നു. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന വലിയ മുദ്രാവാക്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഇറാൻ ഏറ്റവും വലിയ സാത്താരിക് രാജ്യമാണെന്നും ആഗോളതലത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നുമുള്ള വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളുമൊക്കെ അമേരിക്കയും ഇസ്രായേലും ഇറാനും മേൽ കൊണ്ടുവരുന്നു. മാത്രമല്ല ലെബനനിലെ ഹിസ്ബുള്ളയെയും അതുപോലെ ഹൂതികളെയും അതുപോലെ ഹമാസിനെയും ഇറാഖിലെ മിലിഷ്യയും ഒക്കെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുകയും ലോകത്തിൻ്റെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ ഭാഗങ്ങളിലെ ഇത്തരം സംവിധാനങ്ങളെ പോറ്റുന്നതും ഇറാനാണെന്നും ഇത് തീവ്രവാദ സ്വഭാവമുള്ള ഇത്തരം സംഘടനകൾക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇന്ധനവും നൽകുന്നത് ഇറാനാണ് എന്നുമുള്ളത് എല്ലാ കാലത്തെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വിമർശനമാണ്, അവരുടെ കടുത്ത ആക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെ നിയന്ത്രിക്കുന്ന ഇറാൻ്റെ ആണവ മോഹങ്ങൾക്ക് തടയിടുന്ന തരത്തിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമാധാന ശ്രമങ്ങൾക്ക് ചർച്ചകൾക്ക് അമേരിക്ക ഭാഗമായത്. എന്നാൽ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സംഘർഷത്തിലേക്കും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകൾ ഏതായാലും നിർണായകമാണ്. ലോകരാഷ്ട്രങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ്റെ പ്രത്യാക്രമണം നേരിടുന്ന ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾക്കുമൊക്കെ സമാധാനം തിരികെ കൊണ്ടുവരാൻ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ചർച്ചകൾ അതൊരു ചർച്ചയായി തന്നെ നമുക്ക് നിലവിൽ കണക്കാക്കാനാകുമോ എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. കാരണം തോക്കിൻ മുനയിൽ ഈ അമേരിക്ക വെച്ച ഉപാധികൾ അംഗീകരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ ഒമാനിലെ ആണെങ്കിലും 2 ദിവസമായി 2 ഘട്ടമായി ജനീവയിൽ നടന്നതാണെങ്കിലും ഈ ടോക്സിൽ പ്രധാനമായും പുറത്തു വരുന്നത്. അതായത് ഇറാൻ പറയുന്ന ഒരു ഉപാധികളും അല്ലെങ്കിൽ ഇറാൻ പറയുന്ന ഒരു കാര്യങ്ങളും അമേരിക്ക അംഗീകരിക്കില്ല. അതിനപ്പുറത്തേക്ക് അമേരിക്ക എന്തൊക്കെ പറയുന്നു അത് കൃത്യമായി ഇറാൻ വിധേയപ്പെടണം, അംഗീകരിക്കണമെന്ന തോക്കിൻ മുനയിലെ ഒരു ശാഠ്യം മാത്രമാണ് അവിടെ ഉണ്ടായത്. അതിനെ ചർച്ച എന്ന് നമുക്ക് വിളിക്കാൻ ാകുമെന്നറിയില്ല. എന്നിട്ടും ഇത്രത്തോളം എപ്പോഴും അഡമൻ്റ് ഡിസിഷൻ എടുക്കുന്ന ഇറാൻ സമാധാനമില്ലാത്ത രീതിയിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ വിധേയപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ആണവ വിഷയത്തിലാണെങ്കിൽ പോലും പുതിയ ആണവ ആയുധങ്ങൾ നിർമ്മിക്കില്ല എന്ന കാര്യം അമേരിക്ക ഉറപ്പുകൊടുത്തു. ആകെ അവർ വിട്ടുന്നത് നിലവിലെ ആണവ ശക്തി അത് ഇല്ലാതാക്കില്ല എന്നുള്ളത്. അതൊരു രാജ്യവും തയ്യാറാകില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ വെപ്പണൈസിൽ ഒന്നാണ്, ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നായിരിക്കും എപ്പോഴും ആണവശക്തി എന്ന് പറയുന്നത്. ആണവശക്തി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ ആ
ആ പറയുന്ന പെർട്ടിക്കുലർ രാജ്യത്തിന്റെ ഒരു പ്രധാനമായ പൊസിഷൻ കൂടിയാണ് ലോക ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.